ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൂക്കുവിളികളുമായി നേരിട്ട ഗസയിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ. ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിൽ പ്രസംഗിക്കവെയാണ് നെതന്യാഹു ജനരോഷം നേരിട്ടറിഞ്ഞത്. ബന്ദികളുടെ ചിത്രങ്ങളടങ്ങിയ പ്ലക്കാർഡുകളുമായി എത്തിയ കുടുംബാംഗങ്ങൾ നെതന്യാഹുവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഗസയിൽ ഹമാസിന്റെ പിടിയിലുള്ള ബന്ദികളുടെ വിഷയം ചർച്ച ചെയ്യാനായി വിളിച്ച പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിലായിരുന്നു നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. സൈനിക സമ്മർദ്ദത്തിലൂടെയല്ലാതെ ബന്ദികളെ മോചിപ്പിക്കാനാകില്ലെന്ന നെതന്യാഹു പ്രസംഗത്തിൽ വ്യക്തമാക്കി. സൈനിക സമ്മർദ്ദം ഇല്ലായിരുന്നുവെങ്കിൽ 100-ലേറെ ബന്ദികളെ നമുക്ക് മോചിപ്പിക്കാനാകുമായിരുന്നില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ കൂക്കുവിളികളോടെയാണ് ഇതിനെ കാഴ്ചക്കാർ നേരിട്ടത്. പോരാട്ടം നിർത്തുന്നില്ലെന്നും സൈന്യത്തിന് കൂടുതൽ സമയം വേണമെന്നും നെതന്യാഹു ആവശ്യപ്പെട്ടപ്പോൾ സമയമില്ല, ഇപ്പോൾ തന്നെ വേണമെന്ന് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. താങ്കളുടെ സഹോദരനും അച്ഛനുമായിരുന്നു ബന്ദികളായതെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ അടങ്ങിയ പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. ബന്ദികളെ മോചിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ തുടരുകയാണെന്ന ഒഴുക്കൻ മറുപടിയാണ് നെതന്യാഹു ഇതിന് നൽകിയത്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും പ്രതിഷേധങ്ങൾക്കിടെ നെതന്യാഹു ഉറപ്പു നൽകി. എന്നാൽ കൂക്കുവിളികളോടെയാണ് ഇതിനെയും കാഴ്ചക്കാർ നേരിട്ടത്. 129 ബന്ദികൾ ഇനിയും ഹമാസ് പിടിയിലുണ്ടെന്നാണ് ഇസ്രായേൽ നൽകുന്ന ഔദ്യോഗിക കണക്ക്. അതേസമയം നെതന്യാഹു നേരത്തെ ഗസയിലെത്തി ഇസ്രായേൽ സൈനികരെ സന്ദർശിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് പാർലമെന്റിലെത്തിയത്. ലിക്കുഡ് പാർട്ടി യോഗത്തിലും അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഞാൻ നേരെ ഗസയിൽ നിന്നും വരികയാണ്. നമ്മൾ നിർത്തുന്നില്ല. പോരാട്ടം തുടരുകയാണ്. വരും ദിവസങ്ങളിൽ ആക്രമണം കടുപ്പിക്കും. പോരാട്ടം ഇനിയും നീളും. അടുത്തൊന്നും അവസാനിക്കാൻ പോകുന്നില്ലെന്നും യോഗത്തിൽ നെതന്യാഹു വ്യക്തമാക്കിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ക്രിസ്മസ് ദിനത്തിലും ഗസയിൽ ഇസ്രായേൽ നരഹത്യയ്ക്ക് കുറവുണ്ടായിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 250 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. 500-ലേറെ പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളും അടക്കം ഇതുവരെ 20,674 പേരെയാണ് ഇസ്രായേൽ സേന കൊന്നൊടുക്കിയത്. ഇതിൽ 103 മാധ്യമപ്രവർത്തകരും ഉൾപ്പെടുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഫലസ്തീൻ ജേർണലിസ്റ്റ് മുഹമ്മദ് അബു ഹുയ്ദി കൊല്ലപ്പെട്ടതാണ് അവസാനത്തെ സംഭവം. ഗസ സിറ്റിയുടെ കിഴക്ക് ഭാഗത്ത് ഇസ്രായേൽ വ്യോമാക്രമണത്തിലാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇതിലും കൂടുതലാകാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. ഗസയിലെ 50-ലധികം മാധ്യമ സ്ഥാപനങ്ങളും ഓഫീസുകളും ആക്രമണത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നിട്ടുണ്ട്. കൂടാതെ 100 കണക്കിന് ഫലസ്തീൻ മാധ്യമപ്രവർത്തകരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇസ്രായേൽ തെക്കൻ ഗസയിലേക്ക് ബലമായി മാറ്റുകയും ചെയ്തു. വാർത്തകൾ സംപ്രേഷണം ചെയ്യാൻ സഹായകരമാകുന്ന ഉപകരണങ്ങൾ ഉപേക്ഷിച്ചാണ് പലരും ഇവിടങ്ങളിൽ നിന്നും മാറിയത്. സംഘർഷ മേഖലയിൽ ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ പ്രകാരം പരിരക്ഷ നൽകണം. എന്നാൽ എല്ലാ യുദ്ധ നിയമങ്ങളും കാറ്റിൽ പറത്തുന്ന ഇസ്രായേൽ ഈ നിയമങ്ങളും ലംഘിക്കുകയാണ്. ഫലസ്തീൻ ജനതയുടെ ദുരവസ്ഥ വിവരിക്കുന്ന വാർത്തകളെ ഇല്ലാതാക്കാൻ മനഃപൂർവ്വം ഇസ്രായേൽ തങ്ങളെ വേട്ടയാടുകയാണെന്ന് ഫലസ്തീനിലെ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ചു പറയുന്നു. ഭീകരമായ രീതിയിലാണ് ഇസ്രായേൽ മാധ്യമപ്രവർത്തകരെ വേട്ടയാടുന്നതെന്ന് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ജേർണലിസ്റ്റ് ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ടിം ഡോസൻ പറഞ്ഞു. ഇതിനു മുൻപുള്ള ഒരു സംഘർഷത്തിലും ഇത്രയധികം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായി ഓർമ്മയില്ലെന്നും അദ്ദേഹം പറയുന്നു. യുദ്ധം തുടങ്ങുമ്പോൾ 1000-ഓളം മാധ്യമപ്രവർത്തകർ ഗസയിലുണ്ടായിരുന്നു. ഇതിൽ 10% പേരെങ്കിലും കൊല്ലപ്പെട്ടു. ഈ എണ്ണം തീർത്തും അസാധാരണമാണ്. ഗസയിലെ മാധ്യമപ്രവർത്തകർക്ക് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ക്യാമറകളും മൈക്രോഫോണുകളും നോട്ട്ബുക്കുകളും മാത്രമേ ഉള്ളൂ. തങ്ങളുടെ സഹപ്രവർത്തകർ കൊല്ലപ്പെടുമ്പോഴും അവർ സധൈര്യം ജോലി തുടരുകയാണെന്നും ഡോസൻ പറയുന്നു. ഇസ്രായേൽ തങ്ങളെ ലക്ഷ്യം വെക്കുകയാണെന്നും പലരും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണെന്നും ഗസയിലെ മാധ്യമപ്രവർത്തകർ പറയുന്നു. വരും ദിവസങ്ങളിൽ തങ്ങളുടെ ബന്ധുക്കളെയും ലക്ഷ്യമിടുമെന്നും ഇസ്രായേൽ സൈന്യം ഭീഷണിപ്പെടുത്തിയതായി പല മാധ്യമപ്രവർത്തകരും പറഞ്ഞെന്നും ഡോസൻ കൂട്ടിച്ചേർത്തു.